എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 18-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എല്ലാ വർഷവും ഉണ്ടാകുന്ന വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്നും സ്ഥലത്ത് സ്ഥിരതാമസക്കാരാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് കുറച്ച് വർഷങ്ങളായിട്ട് നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. എന്നാൽ ചില ആളുകൾക്ക് വേണ്ട 2025 ഡിസംബർ 31 മുമ്പ് ക്ഷേമ പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഈ 2026-27 മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടത്. കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് വിരലടയാളം കണ്ണിന്റെ പ്രിന്റൊക്കെ എടുത്തുകൊണ്ടാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത്. ഈ ഒരു സമയത്ത് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയും വേണം. 2026 ജൂലൈ 17-ാം തീയതി മുതലാണ് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചത്. സെപ്റ്റംബർ 30 വരെയാണ് ഇതിനുള്ള ഒരു സമയം നൽകിയിട്ടുള്ളത്. ഈ ഒരു കാലയളവിലാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. ഇല്ല എങ്കിൽ ഒക്ടോബർ മാസം മുതൽ ക്ഷേമ പെൻഷൻ മുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. മസ്റ്ററിംഗ് എല്ലാവരും സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുക. ബയോമെട്രിക് പരാജയപ്പെടുന്നവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത്. അതേസമയം വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്യണം. അവരുടെ ബയോമെട്രിക് പരാജയപ്പെടുകയാണ് എങ്കിൽ അതായത് ക്ഷേമനിധി ഓഫീസുകളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കുകയും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്യുക. എന്നാൽ മാത്രമേ 2000 പെൻഷൻ തുറന്നങ്ങോട്ട് ലഭിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം 21-ന് കടമെടുപ്പിന് ശേഷം 23-24 തീയതികളിലേക്കായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം നടക്കും. തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. ഈ ഒരു പെൻഷൻ വിതരണം ഓഗസ്റ്റ് 4-ാം തീയതിക്കുള്ളിലൊക്കെ ആയിട്ട് വിതരണം പൂർത്തീകരിക്കും. പക്ഷേ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ അത് നേരത്തെ വിതരണം ഉണ്ടാകും. ഈ മാസം 25-നാണ്, ഓഗസ്റ്റ് മാസം 25-നാണ് ഒന്നാം ഓണം വരുന്നത്. അതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പൊക്കെ പെൻഷൻ വിതരണം കയ്യിലും പൂർത്തിയാക്കുന്ന തരത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകും. ഓഗസ്റ്റ് മാസത്തേത് മാത്രമാവാൻ സാധ്യതയില്ല. ഒരു മാസത്തെ മുൻകൂറായി, അതായത് സെപ്റ്റംബർ മാസത്തെ മുൻകൂറായി നൽകാനുള്ള സാധ്യതയുണ്ട്. 2 മാസത്തെ പെൻഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതൊന്നും ഉറപ്പായിട്ടില്ല. സർക്കാരിന്റെ ഉത്തരവോ അറിയിപ്പോ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഓണത്തോടനുബന്ധിച്ച് സർക്കാരിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. സർക്കാർ ജീവനക്കാർക്കുള്ള ഉത്സവ ഭത്ത, ഓണം ബോണസ്, അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗക്കാർക്കുള്ള സമ്മാനമായിട്ടുള്ള തുക, ഇങ്ങനെ നിരവധി സഹായങ്ങൾ വിതരണം ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു സമയത്ത് തന്നെയാണ് ക്ഷേമ പെൻഷൻ 2 മാസത്തേതും പ്രതീക്ഷിക്കുന്നത്. അതേസമയം കെട്ടിടനിർമ്മാണ തൊഴിലാളികൾക്ക് മാസങ്ങളായിട്ട് പെൻഷൻ മുടങ്ങി കിടക്കുകയാണ്. കുടിശ്ശിക 1-2 മാസത്തേത് ലഭിക്കും എന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ടുള്ള വിവരം. കൃത്യമായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല. അതുപോലെ പ്രവാസി പെൻഷനും കുടിശ്ശിക തീർത്ത് ഈ ഓണത്തിന് കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം സ്ത്രീ സുരക്ഷാ പെൻഷൻ ഓണത്തിന് കിട്ടില്ല, അത് തന്നെയാണ് പറയാനുള്ളത്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യ റേഷനും സർക്കാരിന്റെ മറ്റ് സൗജന്യ ചികിത്സ, സൗജന്യ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും പഞ്ചായത്ത് തലങ്ങളിലൂടെ അപേക്ഷിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി BPL റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ജൂലൈ 17-ൽ നിന്നും 20 വരെ നീട്ടിയിട്ടുണ്ട്. ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ ഉടനെ അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ഒഴിവുകളാണ് സംസ്ഥാനത്ത് BPL വിഭാഗത്തിൽ ഉള്ളത്. 1.5 ലക്ഷത്തോളം ഒഴിവുകൾ ഉണ്ട്. ഓണത്തിന് മുമ്പ് 1.5 ലക്ഷത്തോളം BPL റേഷൻ കാർഡ് വിതരണം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇനിയും അപേക്ഷ നൽകാത്ത ആളുകൾ അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് ചെറിയ കാറുണ്ട് എങ്കിൽ പോലും അർഹതയില്ല. 1000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട് എങ്കിൽ പോലും അർഹതയില്ല. അതിലൊരു മാറ്റം വരും എന്നും പറയുന്നുണ്ട്. 1200 വരെ പരിഗണിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ വരുന്നത്. കൃത്യമായിട്ടുള്ള ഉത്തരവോ സർക്കുലറോ ഇറങ്ങാത്തത് കൊണ്ടാണ് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് നൽകാത്തത്. 800 cc വരെ വാഹനവും 1200 സ്ക്വയർ ഫീറ്റ് വരെ വീടും ഈ ഒരു രീതിയിലേക്ക് മാനദണ്ഡങ്ങൾ മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊന്ന്, ഓണം സ്പെഷ്യലാണ്. ഓണം സ്പെഷ്യലായതുകൊണ്ട് സപ്ലൈകോക്ക് 56 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. സൗജന്യമായിട്ട് ഭക്ഷ്യകിറ്റ് റേഷൻ കാർഡുകളിലൂടെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായിരിക്കും ഈ പ്രാവശ്യം സൗജന്യ ഭക്ഷ്യകിറ്റ് ഉണ്ടാവുക. അതേസമയം എല്ലാ റേഷൻ കാർഡുകളെയും പരിഗണിക്കുന്നതിന്റെ ഭാഗമായി നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ കാർഡിലൂടെ സ്പെഷ്യൽ അരി ഉണ്ടാകും. ഓണത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ അരി ലഭിക്കുന്നതാണ്. എന്നാൽ എല്ലാ റേഷൻ കാർഡിനും ഭക്ഷ്യകിറ്റ് ചെറിയ പണം കൊടുത്ത് വാങ്ങാം. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ പ്രത്യേക ഇനം പായസക്കൂട്ട് ഉൾപ്പെടെയുള്ള
വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യക്കിറ്റുകൾ, അത് 3 ഇനം ഭക്ഷ്യക്കിറ്റ് ഒരുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 225 200-ന്റെയും 300-ന്റെയും ഇടയിൽ വില വരുന്ന കിറ്റ്, 500 രൂപയുടെ കിറ്റ്, 1000 രൂപയുടെ കിറ്റും ഒരുക്കും എന്നുള്ളതാണ് വിവരം. എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും പ്രത്യേകം ഒരുക്കുന്ന ഓണച്ചന്തകളിലൂടെയും ഈ കിറ്റുകളും സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വിലക്കുറവിലും സബ്സിഡി സാധനങ്ങളും ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓണക്കാലത്തെ വിപണി ഇടപെടലിന് സർക്കാർ തയ്യാറെടുക്കുന്നത്. അതിന് 200 കോടി രൂപയാണ് ധനവകുപ്പ് സപ്ലൈകോക്ക് കൈമാറിയിട്ടുള്ളത്. അങ്ങനെ ഇതാണ് ഓണവുമായി ബന്ധപ്പെട്ട് റേഷനിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ. മറ്റൊന്ന്, മഞ്ഞ റേഷൻ കാർഡിന്റെ അരി വിഹിതത്തിൽ വലിയ മാറ്റം വരാൻ പോവുകയാണ്. ഇപ്പോൾ 35 കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത്. 30 കിലോ അരിയും, നമ്മുടെ സംസ്ഥാനത്ത് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 ആട്ടയുമാണ് ലഭിക്കുന്നത്. ഇതിൽ ഒരു വ്യക്തിക്ക് 7 കിലോ ആയി ചുരുങ്ങും എന്നുള്ളതാണ് വിവരം. എത്ര അംഗങ്ങളുണ്ട് എങ്കിലും, അപ്പോൾ 10 അംഗങ്ങളുണ്ടെങ്കിൽ 70 കിലോ കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ട. മാക്സിമം 35 കിലോ ആ ഒരു രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കടക്കാർക്കും അതുപോലെ തന്നെ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്കും വലിയ തിരിച്ചടിയാണ്. മഞ്ഞ റേഷൻ കാർഡുകാരുടെ കിൻഡൽ കണക്കിന് അരി കുറയുമ്പോൾ റേഷൻ കടക്കാർക്കുള്ള കമ്മീഷനും അതിനനുസരിച്ച് കുറയുന്ന സാഹചര്യം ഉണ്ടാകും. ഈ മാസത്തെ റേഷൻ വിതരണം തുടർന്നു കൊണ്ടുവരികയാണ്. ഇനിയും റേഷൻ വാങ്ങാത്തവർ പോയിട്ട് വാങ്ങുക. നീല റേഷൻ കാർഡിന് ഗോതമ്പുണ്ട്, എല്ലാ റേഷൻ കാർഡിനും ആട്ടയുണ്ട്. അതുപോലെ തന്നെ മണ്ണെണ്ണയുടെ വിതരണവും തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയുടെ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതാണ് ഇതാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. കഴിഞ്ഞ 2-3-4 മാസങ്ങളായിട്ട് ഗ്യാസിന്റെ കാര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരുന്നത്. യുദ്ധം അവസാനിക്കുകയും ഹോർമസ് തുറക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ ചെറിയ കുറവ് വന്നിരുന്നു. ഗാർഹിക സിലിണ്ടറിന് വില കുറയും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിലൊരു മാറ്റവുമായിക്കൊണ്ട് ഇറാനെതിരെ അമേരിക്കയുടെ ആക്രമണം രൂക്ഷമായതോടെ ഇറാൻ ഹോർമോസ് വീണ്ടും അടച്ചു. പ്രതിസന്ധി രൂക്ഷമായി. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വൻതോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും വീണ്ടും ഇന്ധന വില വർദ്ധിക്കും. ഗ്യാസ് വിലയും പെട്രോൾ ഡീസൽ വിലയും വർദ്ധിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഗ്യാസ് വില നിലവിലെ സാഹചര്യത്തിൽ വാണിജ്യ സിലിണ്ടറിന് മാത്രമാണ് വില കുറച്ചിട്ടുള്ളത്. ഗാർഹിക സിലിണ്ടറിന് വില കുറച്ചില്ല. അപ്പോൾ കുറയ്ക്കാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള വില കൂടാൻ സാധ്യതയുണ്ട്. 1000-ന് പുറത്തു പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ആളുകളും വരും മാസങ്ങളിൽ ഈ ഒരു പ്രതിസന്ധി തീരുന്നത് വരെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ബുക്കിംഗ് ഇടവേള, അതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അതായത് കുറവ് വരുത്തുകയല്ല, കൂട്ടാനോ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ളത് തുടരാൻ സാധ്യതയുണ്ട്. നിലവിൽ ഗ്രാമപ്രദേശങ്ങളിൽ 40 ദിവസവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവുമാണ് ബുക്കിംഗ് പരിധി ഉള്ളത്. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വിവിധ ഗ്യാസ് ഏജൻസികളുടെ സുരക്ഷാ പരിശോധന എന്ന പേരിലുള്ള പരിശോധന ഗ്യാസ് ഏജൻസികൾ ആരംഭിച്ചിട്ടുണ്ട്. ഭാരത് ഗ്യാസിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഇതിൽ പ്രത്യേകം ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടൊരു നോട്ടീസും അതുപോലെ തന്നെ നമ്മൾ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമുള്ള സർട്ടിഫിക്കറ്റും പിന്നെ നമ്മൾ അതിന് പരിശോധനക്കായി അടക്കുന്ന തുകയുടെ റെസീറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലുള്ള പരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഭാരത് ഗ്യാസിന് 236 രൂപയാണ് ഈടാക്കുന്നത്. GST അടക്കമാണ്. 200 രൂപ പരിശോധനക്കും 13 രൂപ സ്റ്റേറ്റ് GSTയും 13 രൂപ സെൻട്രൽ GSTയുമാണ് ഈടാക്കുന്നത്. ഇനി ഏതെങ്കിലും സാമഗ്രികൾ, അതായത് പൈപ്പോ റെഗുലേറ്ററോ മാറ്റണമെന്നുണ്ട് എങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് നൽകേണ്ടി വരും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീട്ടിൽ PNG കണക്ഷൻ എടുത്തിട്ടുള്ളവർ, അതായത് പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർ LPG കണക്ഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് കേന്ദ്രം പറഞ്ഞിരുന്നു. അത് ഇനിയും ചെയ്യാത്തവർ ശ്രദ്ധിക്കുക, പിഴ വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം വീട്ടിൽ PNG കണക്ഷൻ എടുത്തിട്ടില്ല, നിങ്ങളുടെ അടുത്ത പ്രദേശങ്ങളിൽ, അതായത് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് പൈപ്പ് ലൈൻ ഗ്യാസ് കടന്നു പോകുന്നുണ്ട് എങ്കിൽ അതിലേക്ക് മാറണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം KYCയുടെ കാര്യമാണ്. ഉജ്ജ്വൽ യോജന കണക്ഷൻ ഉള്ളവർ നിർബന്ധമായിട്ടും KYC പൂർത്തീകരിക്കണം. ബാക്കിയുള്ളവരും KYCയുടെ കാര്യത്തിൽ അലംഭാവം കാണിക്കരുത്. ഭാവിയിൽ ഗ്യാസ് കിട്ടാതെയാകും എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.